ഇവിടെ എന്തോ അനങ്ങി കേട്ടോ, മുതലുണ്ടോ ഇവിടെ? മുതലുണ്ടെങ്കിൽ പെട്ട്, എനിക്ക് പേടി വന്നിട്ട് മുതലെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ. അപ്പൊ ചുമന്ന കണ്ണുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കേറി there is ghost. ഉമ്മ ഉണ്ടാക്കിയ കപ്പയുടെ ഒരു സ്നാക്കാണ് കേട്ടോ. ആളുടെ ഉച്ചക്കത്തെ ഭക്ഷണമാണ് എനിക്ക് തന്നത്. രാവിലെ ഒരു 8 മണി തൊട്ട് വൈകിട്ട് 3-4 മണി വരെ ഇവിടെ പണിയെടുക്കുന്നു കേട്ടോ, ഈ ഒരു തോട്ടത്തിൽ. ഇവിടുത്തെ വേദനക്കാരനാണ്, അല്ലാതെ ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനല്ല. ബിലാൻ കറിവേപ്പില. സുധമീനു വെള്ളം കുടിക്കാൻ പറഞ്ഞ് വെള്ളം തന്നു കേട്ടോ. ഞാൻ ഓൾറെഡി വെള്ളം 140 രൂപയാണ് 1 കിലോ തേങ്ങാപ്പാലിന്റെ വില. ഒരക്ഷരം മാറിപ്പോയി കഴിഞ്ഞാൽ തേങ്ങയും ആവും തലയും ആവും. I love Kerala people. Kerala people is good and same like Indonesian. Thank you for praise for Faruk or my family. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതെല്ലാം കാണുന്നത് കേട്ടോ. കഴിയുമ്പോൾ ഇത് ഫുള്ള് വലുതാവും. പെർഫെക്റ്റ്. 3 bulan setelah ഇത് ഫുള്ള് വലുതാവും. നമ്മൾ ഇവിടുന്ന് ഇന്ന് വീണ്ടും മുന്നോട്ട് തന്നെ പോകാൻ കേട്ടോ. നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഈ ഗ്രാമീണ ഭംഗി നമുക്ക് മുഴുവനായി ആസ്വദിക്കണം. ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ ഇത്. അയ്യോ, വലിയ സ്കൂളാണ്. ഇന്ന് അവധിയായതുകൊണ്ട് ഗേറ്റ് ഒക്കെ ലോക്കാട്ടോ. ക്യാൻ യു ഗോ ബാക്ക്? നമ്മുടെ നാട്ടിലെ തേങ്ങയൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ, അതുപോലെ ഇവിടെ തേങ്ങ വിൽക്കുന്ന കടകളുണ്ട്. പക്ഷേ തേങ്ങയൊക്കെ ഇവർ പ്രോസസ്സ് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് തേങ്ങ വിൽക്കുന്ന ഒരു കടയാണ്. അസ്സലാമലൈക്കും. അപ്പൊ ഖബർ? അസ്സലാമലൈക്കും മാസ്. അപ്പൊ ഖബർ? ഇനി ഇത് തേങ്ങ കേട്ടോ. തേങ്ങ ഇത് കണക്ക് ബിസായ പോലെ നമ്മൾ ആദ്യം പെർമിഷൻ ചോദിക്കും കേട്ടോ. ബോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, കുഴപ്പമില്ല എന്നാണ് കേട്ടോ. അതിനുശേഷം ഗ്രാമങ്ങളിൽ തേങ്ങ ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് തേങ്ങ വാങ്ങിക്കില്ല, പകരം തേങ്ങ ഇത് കണക്ക് തേങ്ങാപ്പാലായിട്ട് അവർ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. 1 കിലോ ബറാപ്പാ മാസ്? 28 28,000 രൂപയാണ്, ഏകദേശം 140 രൂപയാണ് 1 കിലോ തേങ്ങാപ്പാലിൻ്റെ വില. അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ തേങ്ങ അതിൻ്റെ ബാക്കിൽ ആ മെഷീനിൽ ഇട്ട് കൊടുക്കും. തേങ്ങാപ്പാൽ ഈ ഭാഗത്തും വരും, ബാക്കി തേങ്ങൻ്റെ ബാക്കി ആ കൊത്തുണ്ടല്ലോ അത് ഈ ഭാഗത്തും വരും. ഇനി ജുഗ ജുവാലിയ ഇനി ജുഗ untuk masak apa? Kue? ബേബേ. ഓക്കെ. താറാവിൻ്റെ കറി, താറാവ് കറിയും ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ അവർ ഈ ഒരു തേങ്ങേൻ്റെ കൊത്താണ് യൂസ് ചെയ്യുക. അതും സ്പെഷ്യലായിട്ട് ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകും കേട്ടോ. എവിടെ പോയാലും നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ പൂച്ച സാർ ഉണ്ടാവും. ഇനി സെക്യൂരിറ്റി സെക്യൂരിറ്റി അബു സെക്യൂരിറ്റി ടോക്കോ ദി കമ്പുങ്. ഓക്കെ, അപ്പോൾ കുറേ വാങ്ങിച്ചു കേട്ടോ. ബിസ ദുദു ഇവിടെ ഇരിക്കാൻ കേട്ടോ, ഞാൻ കുറച്ച് നേരം. ഇത് യൂട്യൂബ് അതാ ദിസന യൂട്യൂബ്. അയ്യോ, നമ്മുടെ കടയിൽ തിരക്ക് കൂടി കേട്ടോ. കലാപ്പ വാങ്ങിക്കാൻ. കലാപ്പ atau kepala? കലാപ്പായ? കപ്പാല എന്ന് വെച്ചാൽ തലയാണ് കേട്ടോ. അപ്പം കലാപ്പയാണോ കപ്പാലയാണോ ഒരു അക്ഷരം മാറ്റിപ്പോയി കഴിഞ്ഞാൽ തേങ്ങയും ആവും തലയും ആവും കേട്ടോ. അപ്പോൾ കലാപ്പയാണ് കറക്റ്റ് ഉത്തരം. സുധാ സരപ്പൻ സമൂഹ സുധാ makan apa hari ini? Enta കഴിച്ച? Nasi uduk. Bagus, nasi uduk. Ibu apa? Saya makan. Belum makan. Tidak, belum makan. Ayo kita makan nasi biryani. Ibu makan apa? Belum makan. Belum makan. Astagfirullah. Perut sakit. ഈ താത്തായും ആ താത്ത രാവിലത്തെ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഫുഡ് കഴിക്കാതിരിക്കരുത്. ഫുഡ് കഴിക്കാതിരുന്നാൽ അത് ശരീരത്തിന് കേടാണ് കേട്ടോ. തേങ്ങേൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് ഇവിടാണ്. കൊപ്രയ്ക്കായിട്ടുള്ളതാണ് കേട്ടോ. അത് ഉണക്കാനിട്ടേക്കാണ്. ഇത് തേങ്ങേൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് ആണ് കേട്ടോ. അടിപൊളി. ബാഗൂസ്. മസിലൊക്കെ ഇരിക്കുന്നുണ്ടോ? മസിൽ ഗാന്തങ് മസിൽ സംഗത്. ഇങ്ങനെ അത് പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ ആവും. അതിനുശേഷം അവരത് കട്ട് ചെയ്ത് ഉണക്കാനിടും കേട്ടോ. മക്കാസി പഞ്ഞൊക്കെയാ ഹത്തിയാ. ഹായ്, വണ്ടി നോക്കേ. നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും കേട്ടോ. ഹത്തിയാമ്പ. ഹാഫീസ് എന്നെ ഇറക്കിയിട്ട് എങ്ങോട്ടോ പോയി കേട്ടോ. ഹാഫീസ് എവിടെ? 150 രൂപ കേട്ടോ എല്ലാ ടോപ്പിനും. ട്രൗസറിന് 125 രൂപ. ചെറിയൊരു തട്ടുകട കേട്ടോ ഇന്തോനേഷ്യയിലെ.
നാസി ഉദുക് ദാൻ കുനിങ് എഴുതി വെച്ചേക്കുന്നത്. ചോറും പിന്നെ വേറെ എന്തോ ഒരു ഫ്രൈഡ് ഐറ്റമാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഖബർ ബൈ. നമ്മളെല്ലായിടത്തും ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കാം. ഓഫീസ് പനാസക്കാരങ്ങ കഠിനാധ്വാനിയുള്ള ആൾക്കാരാട്ടോ എല്ലായിടത്തും ഉള്ളത്. ആൾക്കാർ അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള കച്ചവടങ്ങൾ ചെയ്ത് ദിവസം ദിവസം സമ്പാദിക്കുന്ന ആൾക്കാരാട്ടോ കൂടുതൽ പേരും. അല്ലാതെ വലിയ പണക്കാരോ ഒന്നും അല്ല കേട്ടോ. ചെറിയ ചെറിയ കടകളുണ്ട്, അവർ അവരുടെ അന്നത്തെ ദിവസം ഇത് ചെയ്ത് പോകും കേട്ടോ. ഒരു പയ്യൻ ഹാഫീസ് നമ്മളെ എങ്ങോട്ടാ കൊണ്ടുവന്നെന്ന് അറിയില്ല കേട്ടോ. ഹാഫീസ് കിത്ത പെർക്കി ദിമാന വേർ വി ഗോയിങ്? മത്തമേര എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പോൾ മത്തമേരൻ്റെ അർത്ഥം കുറച്ച് വിയേഡാണ്. മത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ്, മേര എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്. അപ്പം ചുമന്ന കണ്ണുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നെയിം ഇസ് ലൈക്ക് റെഡ് ഐസ് യാ ഹാഫീസ്. മത്തമേരായ ഇസ് ഇറ്റ് സ്കെയറി? ദർ ഈസ് ഗോസ്റ്റ്? അവിടെ പ്രേതം ഉണ്ടോ എന്നറിയില്ല കേട്ടോ. മത്തമേര എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അപ്പം അങ്ങനെ ഒരു പേര് വരാൻ എന്തായിരിക്കും കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരെ കിടക്കുന്ന റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞു ഗ്രാമമാണെങ്കിലും റോഡൊക്കെ നല്ല അടിപൊളിയാണ്. എന്നാൽ ഈ ഗ്രാമത്തിന് മത്തമേര എന്നൊരു പേര് വരാൻ കാരണം എന്താണെന്നാണ് എന്നെ ഇങ്ങനെ രാത്രി നേരങ്ങളിൽ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഇവിടെയുള്ള മനുഷ്യർ ചുമന്ന കണ്ട് രാത്രി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഗ്രാമത്തിന് മത്തമേര, ചുമന്ന കണ്ണ് എന്നുള്ള ഒരു പേര് വരാൻ കാരണം കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു ഊഹാപോഹമാണ്. അതാണോ എന്ന് നമുക്ക് ഈ ഒരു ഗ്രാമത്തിലെ നാട്ടുകാരോട് തന്നെ ചോദിക്കാം. അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ പള്ളികളാണ് കേട്ടോ. അത് ഓരോ പള്ളി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രീതി വലിയ വ്യത്യാസമാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാട്ടോ. വെയിലായിട്ടുണ്ട് നല്ല. സമയം ഏകദേശം 8:38 കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. സമയം ഏകദേശം 8:40 ഉള്ളൂ. പക്ഷെ നല്ല വെയിലായി. എന്തായാലും തൊപ്പി എടുത്തത് കാര്യമായി. ഇത് വേണ്ട കേട്ടോ, ഇങ്ങനെ വെക്കാം. വെയിൽ ആൾക്കാർ അങ്ങ് കസ്റ്റമൈസ് ചെയ്യും കേട്ടോ ഈ വണ്ടി അവരുടെ ഇഷ്ടത്തിന്. അപ്പോൾ അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് അവരുടെ ആ ഒരു ജോലി ഉള്ളത്, വെള്ളം ആ രീതിയിൽ അവരങ്ങ് കസ്റ്റമൈസ് ചെയ്യും അവരുടെ ആ ഒരു ബൈക്ക്. സ്വന്തമായിട്ട് തന്നെ ചെയ്യും അവരിതേ. ഈ പോകുന്ന പുള്ളിക്കാരൻ കണ്ടോ. അപ്പോൾ ആളുടെ ജോലിക്ക് ഈ രീതിയിലുള്ള വണ്ടിയാണ് ആവശ്യം. അപ്പോൾ ആൾ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കേട്ടോ. മോട്ടർ ഘടിപ്പിച്ച സാധനം കണ്ടു വേണ്ടേ. ഇത് അല്ലാതെ കൈവണ്ടി കേട്ടോ, കൈ കൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്നത്. പുള്ളിക്കാരൻ ഇത് തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന കൈവണ്ടി. വേറെ ടൈപ്പ്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ പറയുന്ന എന്താ സാധനത്തിൻ്റെ പേര് മറന്നുപോയി. മത്തമേരയിലെ മസ്ജിദാണ് കേട്ടോ. നമുക്ക് നല്ല പാടവും കുറേ വീടുകളും അവിടെ. അതെന്ത് വില്ല പ്രോജക്റ്റാണ് അവിടെ. നല്ല പാടം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ആഫീസ് തുത്തുപ്സ് ആഫീസ്. എൻ്റെ 2 സൈഡിലും പാടമാണ് കേട്ടോ. ഇന്തോനേഷ്യയിലെ മത്തമേര എന്ന് പറഞ്ഞൊരു ഗ്രാമമാണിത്. ആ ഗ്രാമത്തിലെ ഒരു പാടശേഖരമാണ് കേട്ടോ. ഇത് റീസെൻ്റ് ആയിട്ട് ഇട്ടതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വലുതായിട്ടില്ല. എനിക്ക് ആ പാട്ട ഓർമ്മ വരുന്ന മറക്കൂടയായി മുഖം മറയ്ക്കും മാനല്ല മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. അതാട്ടോ ഓർമ്മ വരുന്ന ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ. നല്ല അടിപൊളി ഒരു ഗ്രാമവും നല്ല ഒരു പാടവും പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ കേട്ടോ. അടിപൊളി. ഇത് സിനിമയിലെ പാട്ടാണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. ജയറാമിൻ്റെ പടമാണെന്ന് അറിയാം. ഇങ്ങനെയുള്ള പാടത്തിൻ്റെ വൈബ്സിനൊക്കെ ഈ പാട്ട് ബെസ്റ്റാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ള ഹാഫീസിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് അളിയൻ്റെ പേരറിയില്ല എന്നൊക്കെ. ഹാഫീസ് റീഡ് ദ കമൻറ്റ്സ് റൈറ്റ് ഓഫ് ദാറ്റ് വീഡിയോ. ഇന്തോനേഷ്യയിലെ ഹാഫീസിൻ്റെ കൂട്ടുകാരൊക്കെ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് കമൻസ് ഒക്കെ വായിച്ചിട്ട് അവർ പറയാം ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇത്രയും സ്നേഹമുണ്ടോ ഇന്തോനേഷ്യക്കാരോടെന്ന്. അപ്പോൾ ഞാൻ ഹാഫീസിനോട് പറഞ്ഞു ഇനി എടുത്തു പറയണം കേരളത്തിലുള്ള ആൾക്കാർ ഇന്തോനേഷ്യക്കാർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇവിടെയുള്ള സ്ഥലങ്ങളും എല്ലാം അവർക്ക് ഇഷ്ടമാണെന്ന് അവരുടെ കൂട്ടുകാരോട് പറയാൻ പറഞ്ഞു. ഹാഫീസ്, വാട്ട് ഡു യു വാണ്ട് ടു സേ ടു കേരള പീപ്പിൾ? I love Kerala people. Kerala people is good and same like Indonesian. Thank you for praise for Farouk or my family. ഓക്കെ. എനിക്കും ഫാറൂഖിനും പിന്നെ എന്താണ് നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച
എല്ലാവർക്കും താങ്ക്സ് എന്നാണ് കേട്ടോ ഹാഫിസ് പറഞ്ഞത്. നമ്മളെ വീട്ടിലുള്ളവരും ഈ നാട്ടുകാരും ഒക്കെ നമ്മുടെ കമൻ്റൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഇന്തോനേഷ്യൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് അവരെല്ലാം നമ്മുടെ നാട് കാണിച്ചു കൊടുക്കണം. ഇവരുടെ നാട് ഇത്രയും സുന്ദരാണല്ലോ, നമ്മുടെ നാട് സുന്ദരാണെന്ന് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. ടയർഡായോ? ടയർഡ്? നോ. സ്ട്രോങ്. ഇത് റെസിഡൻസ് ഏരിയ ആണ്, ഗ്രാൻഡ് മെനുവ റെസിഡൻസ്. നമ്മൾ തോപ്പിച്ചേ. നമ്മൾ മറ്റൊരു പാടത്തിൽ വന്നു കേട്ടോ. ഇവിടെ ഉള്ള ആ ഭാഗത്ത് എന്തിൻ്റെ കൃഷിയുണ്ട് കേട്ടോ. എന്തോ ഒരു ചെടി അവിടെ നിൽപ്പുണ്ട്, കുറേ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ. ഇത് അങ്ങൊരു ബൈക്ക് ഇരിക്കുന്നു, ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വഴിക്കലുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി പോതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. അടിപൊളിയാണ് കേട്ടോ ഇവിടെ. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഗ്രാമജീവിതവും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഫുഡും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കേരളമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് മലയാളം സംസാരിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ആ ഭാഗത്ത് എന്തിൻ്റെ കൃഷിയുണ്ട് കേട്ടോ. എന്തോ ഒരു ചെടി അവിടെ നിൽപ്പുണ്ട്. തുമ്പി, നമ്മുടെ നാട്ടിലെ പോലെ പാടത്ത് കുറേ തുമ്പിയൊക്കെ ഉണ്ടാവില്ലോ നമ്മുടെ നാട്ടിൽ, തുമ്പി തവളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ കാണാൻ പറ്റുന്നത് നമുക്ക്. പതുക്കെ എടുക്കാം. ആദ്യം ഈ നെൽപ്പാടമാണ്. നെൽപ്പാടം കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തേക്കുന്ന ഇതാണ് കേട്ടോ. ഇതേ അവിടെ നിന്നുള്ള വെള്ളം അവിടെ കൂടുതലാകുമ്പോൾ ഇതുവഴി ഒഴുകി അങ്ങോട്ടേക്ക് പോകും. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതെല്ലാം കാണുന്നത് കേട്ടോ. ഇവിടുന്ന് വെള്ളം അവർ ഒരു ചെറിയ ഒരു ചാലുണ്ടാക്കിയിട്ട് വെള്ളം അങ്ങോട്ടേക്ക് വിടുകയാണ്. പക്ഷെ ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല, ആളില്ല. ചിലപ്പോൾ ഈ തോട്ടത്തിനുള്ളിലായിരിക്കും ആളുള്ളത്. ഒരു ബൈക്ക് ഇരിപ്പുണ്ട് അവിടെ, പണിക്കാരനാണ് കേട്ടോ. ബാഗും ബൈക്കും പണി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് ആ പാടം. സലാം അലൈക്കും. Apa kabar? Apa kabar? Assalamualaikum. Sehat ya? Sehat. Namanya siapa? Pak Tikno nama saya. Oh, Masya Allah. Kerja di sini ya? Iya. Iya, ya. Ada buaya di sini tidak? Gak ada nih. Sudah selesai tidak? Belum nih. Belum? Tanam iya. Oh, പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഇപ്പോൾ പണി നടക്കുന്നേ ഉള്ളൂ. saya dari India, Kerala. India. India. Jauh dari India ke sini. Iya, jauh. ഒരുപാട് ദൂരം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ ആള്. Ini bagus ya, cantik sekali. Iya. Kerja sekarang di sana? Iya lagi tanam nih. Oh, nanti pergi di sana? Boleh silakan. Konten kok. ഞാൻ പേടിച്ചെന്ന് പറഞ്ഞപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മുതലുണ്ട് ഇവിടെ നിന്ന്. ഞാൻ മുതലൊന്നും ഇല്ല ഇവിടെ നിന്ന്, മുതലേക്ക് ഇത്രയും സ്ഥലമൊന്നും പോരാന്ന് പറഞ്ഞു. tidak ada buaya ya? Ada buahnya. Aja lah, udah mampu. Aja lah, Om Dewan. Aman kok. ഇന്തോനേഷ്യയിലെ ഈ ഗ്രാമം ഭയങ്കര സുന്ദരമാണ് കേട്ടോ. ഇവിടെ അപ്പൊക്കെ ഇനി ലാവോസ്, ലങ്കുവാസ്. ലങ്കുവാസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം കേട്ടോ. എനിക്ക് എന്തോന്ന് മനസ്സിലായി, നമുക്ക് ഫോണിൽ നോക്കാം. ഈ സാധനം അറിയാതെ ഞാൻ സെർച്ച് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓ, ഇഞ്ചി, ജിഞ്ചർ. ഓക്കെ. ബഹാസ ഇന്ത്യ, കേരള. ഇഞ്ചി. Inji ya? ഇഞ്ചി. Beda ya. ഇഞ്ചി. ഇത് ഫുൾ ഇഞ്ചിത്തോട്ടം കേട്ടോ. നമ്മളങ്ങനെ കണ്ടുപിടിച്ചു. ലങ്കുവാസ് എന്നാണ് കേട്ടോ ഇന്തോനേഷ്യയിൽ പറയുന്നത് നമ്മുടെ ഇഞ്ചിക്ക്. ഈ മനോഹരമായ ഇത് ഇഞ്ചിത്തോട്ടമാണ് കേട്ടോ. ഇന്തോനേഷ്യയിലെ ഇഞ്ചിത്തോട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇത് ഫുള്ള് ഇഞ്ചിത്തോട്ടം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കൂവി. ഇവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബൈക്ക് ഇരിക്കുന്നു, ആളവിടെ പോയി നോക്കി. ഞാൻ കൂവിയപ്പോഴത്തേക്കും ആൾ ദൂരെ നിന്ന് വന്ന് എൻ്റെ സൗണ്ട് കേട്ടിട്ട് കേട്ടോ. ആഹാ, അടിപൊളി കേട്ടോ. ഇഞ്ചിത്തോട്ടമാണ് ഇവിടെ. ഇഞ്ചിത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നമ്മൾ നടക്കുക. അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ വരമ്പ് കെട്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കേട്ടോ ഇഞ്ചിത്തോട്ടം കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇഞ്ചിത്തോട്ടം കണ്ടിട്ടുണ്ടോ? അടിപൊളി. വേറെ അതിൻ്റെ ഇടയ്ക്ക് ഇടവിള കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. കപ്പയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അതേ കപ്പ, പിന്നെ ഇഞ്ചി. അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ ഞാറ് നട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഈ സ്ഥലം ഫുള്ള് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.
മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. യമഹാൻ്റെ വണ്ടി കേട്ടോ, ഇത് കണ്ടോ, യമഹായുടെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഒരു ബൈക്കാണിത് കേട്ടോ. 100 cc ആണ് ഈ വണ്ടി. ആളുടെ പണി സാധനങ്ങളൊക്കെ ബാഗിലുണ്ട്. തിരിച്ചു പോയി കേട്ടോ ആള്. ഇതന്നെ അവിടെ ഇരിക്കുക കേട്ടോ. ചാന്തിക് സക്കാലി 3 bulan lagi itu bagus ya. ഓ 3 മാസം കഴിയുമ്പോഴേക്കും ഈ സ്ഥലമൊക്കെ ഒരുപാട് വലുതാവുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടാ. 3 മാസം കഴിയുമ്പോൾ ഇത് ബെസ്സാറിയാ 3 bulan. 3 bulan di bahasa aku 3 മാസം. 3 മാസം bilang 3 മാസം കഴിയുമ്പോൾ ഇത് ഫുള്ള് വലുതാവും. പെർഫെക്റ്റ്. 3 bulan setelah ഇത് ഫുള്ള് വലുതാവും. അടിപൊളി കേട്ടോ. എന്താ സാധുക്കളായ മനുഷ്യരാട്ടോ ഇന്തോനേഷ്യക്കാർ. നല്ല പാവമാണ് കേട്ടോ പുള്ളിക്കാരൻ. ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കുക. ആള് സാന്തായി മൊറക്കോക്ക് ദുലു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്തോനേഷ്യ ഇഷ്ടമാണോ? സൂപ്പർ. ആള് പറഞ്ഞു എല്ലാവരും ഇന്തോനേഷ്യക്കാർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. മലയാളം പഠിപ്പിച്ചു കൊടുത്തു ഞാൻ. ആളടിപൊളിയാണ് കേട്ടോ. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇഞ്ചി ജിഞ്ചർ pertama kali aku lihat. Iya. ആദ്യമായിട്ടാണ് ഞാൻ ജിഞ്ചർ കാണുന്നത്. ada di kamar ada di rumah ginger tapi seperti ini tidak pertama kali. ആദ്യമായിട്ട് ഞാൻ ഇത് കാണുന്നെന്ന് പുള്ളി എടുത്ത് പറഞ്ഞു. Tapi ada yang kembang dia. Oh itu besar ya? Oh itu beda NG gajah itu. NG lebih besar. Besar ya itu. Kalau yang ini untuk lengkap. Berapa എത്ര കിലോ കാണും ഇത്? berapa kilo? 2 kilo lah. 2 kilo ya? ഇത് 2 കിലോ കാണും കേട്ടോ. ഈ ഒരു മൂട് പിഴുതു കഴിഞ്ഞാൽ 2 കിലോ കിട്ടുമെന്നാണ് നമ്മുടെ കർഷകൻ പറയുന്നത്. dari pagi untuk sore kerja di sini. Iya, sawah. dari pagi എത്ര മണിക്ക് തുടങ്ങും? berapa jam? രാവിലെ ഒരു 8 മണി തൊട്ട് വൈകിട്ട് 3-4 മണി വരെ ഇവിടെ പണിയെടുക്കുന്നു കേട്ടോ. ഈ ഒരു തോട്ടത്തിൽ ഇവിടുത്തെ വേതനക്കാരനാണ്, അല്ലാതെ ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനല്ല കേട്ടോ. ബോസ് Kita dewek kan. പണിക്കാരനാട്ടോ ഇവിടുത്തെ, ബോസ് അല്ലെന്നാ പറഞ്ഞേ. റൂം dekat ya? Iya, rumah. റൂം അടുത്താണ്, വീട് അടുത്താണ് കേട്ടോ. Ubi goreng mau nggak? Ubi goreng bagus. Siapa ya? Saya ambil ya. Kamu tunggu sini ya. Ada di sini. Di tas ya. Kamu duduk sini aja. Saya ambil nanti di tas tuh. എനിക്ക് കപ്പ കൊണ്ടുതരാന്ന് പറഞ്ഞു കേട്ടോ. Kamu katanya. അയ്യോ പാവം കേട്ടോ, നല്ല മനുഷ്യൻ. ഇത് കറിവേപ്പില. Apa nih? Ini kalau ini katuk. Kalau daerah. Kita bilang കറിവേപ്പില. Kariവേപ്പില. ഇത് untuk കറി masak iya, ya. നമ്മുടെ നാട്ടിലെ കറിവേപ്പില കേട്ടോ നിൽക്കുന്നതെല്ലാം. എനിക്ക് എന്തോ സാധനം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ആള്. കപ്പ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചു കപ്പ കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കഴിക്കുമെന്ന് പറഞ്ഞു. ഊബി എന്ന് പറഞ്ഞാൽ കപ്പയാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ കഴിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞു എന്നാൽ ഞാനൊരു തരാമെന്ന് പറഞ്ഞിട്ട് എന്താ എടുക്കാൻ പോവാ. സുധമീനു അയ്യോ വെള്ളം കുടിക്കാൻ പറഞ്ഞ് വെള്ളം തന്നു കേട്ടോ. ഞാൻ ഓൾറെഡി വെള്ളം ഞാൻ കുടിച്ചു. അപ്പാക്ക് ഇനി ubi rambat. ഓ കപ്പ പൊരിച്ചതാ കേട്ടോ. Dari goreng oleh rumah kan. Makan di kebun, lapar kan. Bapak setiap hari kerja sini ya? Iya. Aku datang besok juga Bapak sini ya? Ada? Iya, ada. നമുക്ക് കപ്പ പൊരിച്ചത് തന്നു കേട്ടോ. എൻ്റെ കളർ കണ്ടോ? ഓറഞ്ചും ഒരു വയലറ്റ് കളറും. enak. Masak Bapak atau ibu ya? നമ്മുടെ പുള്ളിക്കാരൻ്റെ ഉമ്മ ഉണ്ടാക്കിയ കപ്പയുടെ ഒരു സ്നാക്കാണ് കേട്ടോ. ആളുടെ ഉച്ചക്കത്തെ ഭക്ഷണമാണ് എനിക്ക് തന്നത്. Makasih banyak Pak. Sudah. Oke. Makasih banyak. Terima kasih sama-sama. Selamat jalan. Insyaallah kita bertemu lagi. Aku datang sini. Aku datang di sini. Seperti ini ya. ഞാൻ അവിടെ വന്നിട്ട് കൂവും. അപ്പോൾ നമുക്ക് കാണാനാണ് പറഞ്ഞത്. ആളുടെ ഉമ്മ ഉണ്ടാക്കിയ കിഴങ്ങ്, ക്യാരറ്റ്, കപ്പ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം. നമ്മളെ വാഴക്കാപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ്, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇവിടെ എല്ലാം വരണം കേട്ടോ. അപ്പോൾ ഇന്തോനേഷ്യയിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാർ ഇനി മടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്തോനേഷ്യയിൽ വരാം. ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഇന്തോനേഷ്യ മരുമകൻ മാത്രമല്ല, കേരളത്തിൻ്റെ മകനും ഇന്തോനേഷ്യയുടെ മരുമകനുമാണ് ഞാൻ. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇന്തോനേഷ്യയെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ ചോദിക്കാം. എനിക്ക് അറിയാതില്ല എന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിട്ടെങ്കിലും പറഞ്ഞുതരും. എല്ലാവർക്കും ഇവിടെ വരാം കേട്ടോ. ഇന്തോനേഷ്യ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. ഭാഷ അറിയില്ല എന്നും പറഞ്ഞ് ഇന്തോനേഷ്യയിൽ വരാതിരിക്കണ്ട കേട്ടോ ആരും. ഇന്തോനേഷ്യക്കാർ ഭയങ്കര എല്ലാവരെയും സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭാഷ ആവശ്യമില്ല. ഇംഗ്ലീഷ് അറിയില്ല അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ ഭാഷ അറിയില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല.
എല്ലാവർക്കും ഇന്തോനേഷ്യയിൽ വരാം. അടിപൊളി സ്ഥലമാണ്, സുന്ദരമായ ഗ്രാമങ്ങളാണ്, നിഷ്കളങ്കമായ മനുഷ്യരാണ്. നമ്മൾ റിയലി എൻജോയ് ചെയ്യും കേട്ടോ. എത്ര വയസ്സുണ്ട്? I'm 17 years old. 17 ഇയേഴ്സ് ഓൾഡ്. ഹാഫിസിന് 17 വയസ്സുണ്ട്. നമ്മുടെ നാട്ടിൽ 17 വയസ്സുള്ള ചെക്കന്മാരെ ഈ രീതിയിൽ കിട്ടുമോ? ഇല്ല. ഹാഫിസ് എന്ത് ഹമ്പിളാണ്. ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. ചുവന്ന കണ്ണെന്നാണ് ആ ഗ്രാമത്തിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ഭയം എല്ലാം അപ്പാട് പോയി കേട്ടോ. നല്ല സ്നേഹമുള്ള മനുഷ്യരും നല്ല മനോഹരമായ ഗ്രാമവും. അപ്പോൾ മത്തമേര എന്ന ഇന്തോനേഷ്യയിലെ ഈ സുന്ദരമായ ഗ്രാമത്തിൽ നിന്ന് ഞാൻ സൈൻ ഓഫ് പറയാണ്. Indonesian Marumagan signing off from the beautiful village Matamera, Indonesia. Bye bye.